ശ്രീമദ് ഭാഗവതം സ്കന്ധം 9 അധ്യായം 3 അത തൃതീയോധ്യായ. ശ്രീശുക ഉവാച. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരമാത്മനെ നമഃ. ശര്യാദേർമാനവോ രാജാ ബ്രഹ്മിഷ്ടഃ സ ബഭൂവഃ യോവ അംഗിരസാം സത്രേ ദ്വിതീയമഃ ഓജിവാൻ. സുകന്യാ നാമ തസ്യാസീത് കന്യാ കമലലോചന തയാ സാർദ്ധം വനഗതോ ഹ്യഗമശവനാശ്രമം സാ സഖീഭിഃ പരിവൃത വിജിന്യത്തെ കൃവാൻ വനെ ബൽമീകരന്ത്രേ ദദൃശേ ഗദ്യോദേ ഇവ ജ്യോതിഷി തേ ദൈവ ചോദിത ബാല ജ്യോതിഷി കണ്ഠകേന വൈ അവിദ്യന്മുക്തഭാവേന സുശ്രവസ്തോ ബഹു ശക്യന്മുത്ര നിരോധോ അഭൂ സൈനികാനാം ച തക്ഷണാത് രാജർഷിസ്തമുപാലാട്യ പുരുഷാൻ വിസ്മേതോ അബ്രവീത്. അപ്യഭദ്രം ന യുഷ്മാഭിർഭാർഗവസ്യാഭിചേഷ്ടിതം വ്യക്തം കേനാഭിനസ്തസ്യ കൃത്യമാശ്രമദൂഷണം. സുകന്യാ പ്രാഹ പ്രിതരം വേദ കിഞ്ചിത് കൃതം മയാ തേ ജ്യോതിഷേ അജാനന്ത്യ നിർഭിന്നേ കണ്ഠകേന വൈ. ദുഃഖിതുസ്തദ്വചഃ ശ്രുത്വാ ചര്യാധിർജ്ഞാതസാധുസഃ മുനി പ്രസാദയാമാസ വൽമീകാന്തർഹിതം ശനൈഃ. തദഭിപ്രായമാജ്ഞായ പ്രാദാതുഹിതരം മുനേഃ കൃത്യാന്മുക്തസ്തമാമന്ത്ര്യ പുരം രാജാ സമാഹിതഃ. സുകന്യാ ച വനം പ്രാപ്യ പതിം പരമഘോവനം പ്രീണയാമാസ ചിത്തജ്ഞാ അപ്രമത്യാനുവൃത്തിഭിः. കസ്യചിത് त्वदा കാലസ്യ നാസത്യാവാശ്രമാഗതോ തൗ പൂജയിത്വാ പ്രോവാച വയോ മേ ദത്തമീശ്വരോ ഗ്രഹം ഗൃഹീഷേ സോമസ്യ യജ്ഞേവാമപ്യ സോമപോഃ ക്രിയതാം മേ വയോരൂപം പ്രമദാനം യദീപ്സിതം. ബാഡമിത്യുചതുർവിപ്രമഭിനന്ദ്യാഭിഷത്തമോ നിമഞ്ജതാം ഭവാനസ്മിൻ ഹദ്രേ സിദ്ധവിനിർമ്മിതേ ഇത്യുക്ത ജരയാഗ്രസ്ത ദേഹോദ്രമനി സന്തതഃ. ഹദ്രം പ്രവേശിതോ അശ്വേഭ്യാം ബലിഫലിത വിപ്രയഃ പുരുഷസ്ത്രയാ ഉത്തസ്തുരബീജ വനിതാ പ്രിയാഃ. പൽപസ്രജഃ കുണ്ഡലിന തുല്യരൂപാഃ സുവാസസഃ. താനിരീക്ഷ്യ വരാരോഹ സ്വരൂപാ സൂര്യവർച്ചസഃ. അജാനദേ പതിം സ്വാദേ അശ്വിനോ ശരണോ യയോ ദർശയിത്വാ പതിം തസ്യ പാതിവൃത്യേന തോഷിതോ ഋഷിമാമന്ത്ര്യായ യദ്വിമാനേന ത്രിവിഷ്ടഭം. യജ്ഞമാണോ അദശര്യാദിച്യ വനസ്യാശ്രമം ഗതഃ ദദർശ സുഭിതുഃ പാർശ്വേ പുരുഷം സൂര്യവർച്ചസം. രാജാ ദുഹിതരം പ്രാഹ കൃതപാദാഭിവന്ദനാം ആശിഷച്ചാപ്രയുജ്ഞാനോ നാദി പ്രീതിമനാജിവ ചികിത്സിതം ദേ കിമിദം പദേ സ്വയാ പ്രലംബിതോ ലോക നമസ്കൃതോ മുനിഃ. യത്വം ജരാഗ്രസ്തമസത്യസമ്മതം വികായ ചാരം ഭജസേ അമോമധ്യകം. കഥം മതീർത്തെ അവഗത്യാന്യഥാ സദാം കുലപ്രസൂതേ കുലദൂഷണം ത്യതം വിഭർഷിജാരം യഗപത്രവാകുലം പിതുച്ച ഭർത്തുച്ച നയസ്യതസ്തമഃ. ഏവം ബ്രുവാണം പിതരം സ്മയമാനാ ശുചിസ്മിത ഉവാച താതാ ജാമാതാ തവൈഷ ഭൃഗുനന്ദനഃ. ശശംസ പിത്രേ തൽസർവം വയോരുവാ വിലംബനം വിസ്മിതഃ പരമപ്രേത തനയാ പരിഷസ്വജേ. സോമേന യാജയൻ വീരം ഗ്രഹം സോമസ്യ ചാഗ്രഹേത് അസോമവോരപ്യ
असोमपोरप्यश्विनोश्च वनः स्वेन तेजसा कन्दं तमाददे व्रजं सद्यो मन्युरमर्षितः सव्रजं संवयामास भोजमिन्द्रस्य भार्गवः अन्वजानं ततः सर्वे ग्रहं सोमस्य चाश्विनोः विषजा विधीयत्पूर्वं सोमाहूत्य बहिष्कृतो उत्तानबर्हिरानर्थो भूरिषेण इति त्रयः शर्यादेरभवन् पुत्र अनर्थद्रेवतो अभवत् सो अन्तः समुद्रे नगरीं विनिर्माय कुशस्थलीम् आस्थितो अभुक्ता विषयान नरिन्दमा तस्य पुत्रशतं यज्ञे कगुत्मि ज्येष्ठमुत्तमं कगुत्मि रेवतीं कन्या स्वमादाय विभुं ददः कन्यावरं परिपृष्टं ब्रह्मलोकमवावृतम् आवर्तमाने गान्धर्वे स्थितो अलब्धक्षणघाषणं तदन्त आद्यमानम्या स्वाभिप्रयम् न्यवेदयत् तच्छ्रुत्वा भगवान् ब्रह्मा प्रहस्य तमुवाचः अहो राजन्निरुन्धते कालेन हृदये कृताः तत्पुत्रपौत्रनाप्यणां गोत्राणि जनशृण्महे कालो अव्यादात्रेण भज तुर्यगविकल्पितः तद्गच्छा देवदेवांशो बलदेवो महाबलः कन्यारत्नविदं राजन् नररत्नाय देहि भोः भुवो भारावताराय भगवान् भूतभावनः अवतीर्णो निजांशेन पुण्यश्रवणकीर्तनः इत्यादिष्टो अभिवन्द्याजं द्रवः स्वपुरमागतः त्यक्तं पुण्यजनदास्तात्रात् भ्रातृभिर्दिष्ट्वस्थितैः सुधां दत्त्वा न वन्दाग्यं बलाय बलशालिने बदर्याख्यां गतो राजा तप्तं नारायणाश्रमम् श्रीहरये नमः इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां नवमस्कन्धे तृतीयोऽध्यायः सर्वत्र गोविन्दनाम संकीर्तनम् गोविन्द गोविन्द।